എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയ് ശ്രീറാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് അയോധ്യയിലാണ്, രാമജന്മഭൂമിയിൽ. നാളെയാണ് ഭഗവാൻ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ. ഒരു കേരളത്തുകാരനായ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു സമയം കൂടിയാണ്. കാരണം അയോധ്യാപുരിക്ക് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീരാമനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന കേരളത്തിലാണ്. ശ്രീരാമൻ യുദ്ധം ചെയ്യുന്ന വീരയോദ്ധാവിൻ്റെ ഭാവത്തിലാണ് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം കുടികൊള്ളുന്നത്. അപ്പോൾ അതിനടുത്തിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാമൻ മുമ്പേ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെല്ലാം ആരാധിക്കുന്ന മൂർത്തി കൂടിയാണ്. രാമായണം തുടങ്ങിയിരിക്കുന്ന മഹാഗ്രന്ഥങ്ങളിൽ ശ്രീരാമചരിതം വായിക്കുമ്പോൾ ആ രാമജന്മഭൂമിയിൽ വന്നിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ എൻ്റെ നാവുകൾക്ക് സാധിക്കുന്ന തന്നെ അതൊരു വലിയ നമ്മൾ കേരളത്തിലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നിവിടെ തൃശ്ശൂർ നമ്മുടെ കേരളക്കരയിൽ നിന്ന് 23 പരം സന്യാസി ശ്രേഷ്ഠന്മാർ ഉണ്ട്. ചിദാനന്ദപുരി സ്വാമിജിയും അതുപോലെ തന്നെ സസ്വരുവാൻ സ്വാമിജിയും, പ്രസിഡൻ്റായിരിക്കുന്ന മാർഗദർശകമണ്ഡലിലെ ചിദാനന്ദപുരി സ്വാമിജി, സെക്രട്ടറി ആയിരിക്കുന്ന സസ്വരുവാൻ സ്വാമിജി, ഇവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ശിവഗിരിയിൽ നിന്ന് എന്നെ കൂടാതെ വീരേശ്വരാനന്ദ സ്വാമിജി ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഞങ്ങളെല്ലാം പ്രത്യേകം ക്ഷണിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. മഹത്വമാർന്ന ഈ പുണ്യഭൂമിയിൽ വന്ന് ഇങ്ങനെ രണ്ട് വാക്കുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് പറയാൻ കഴിയുന്നത് വളരെ ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ നേതൃത്വം നയിച്ചു വന്നവരും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നാളെ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് എല്ലാവരെയും നാളത്തെ ദിവസത്തിലെ ആ പുണ്യസുദിനം ഭക്തിപൂർവ്വം ആചരിക്കുവാൻ, ദീപം പ്രകാശിപ്പിച്ച് ആചരിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വിനീത പ്രണാമം.